ഉമർ ഫൈസി മുക്കത്തെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണം സംയുക്ത പ്രസ്താവനയുമായി സുന്നി നേതാക്കന്മാർ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിട്ടോ, ഇതാരപ്പോ ഈ സുന്നി നേതാക്കന്മാര് എത്ര പെട്ടെന്ന് ഇങ്ങനെ പ്രസ്താവനയൊക്കെ കൊടുക്കാൻ? ഒന്ന് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ്, രണ്ട് മുഹമ്മദ് ഷാഫി ഹാജി, MC മായിനാജി, അബ്ദുസമദ് പൂക്കോട്ടൂര്, അബ്ദുറഹ്മാൻ കല്ലായി, പുത്തനഴി മൊയ്തീൻ ഫൈസി, KP കോയ ഹാജി, നാസർ ഫൈസി കൂടത്തായി, ഉസാറായി. പിന്നെ ഓണംപള്ളി മുഹമ്മദ് ഫൈസി, അബൂബക്കർ വാക്കവി മലയമ്മ, അബ്ദുൽ ഖാദർ ഫൈസി കുന്നുംപുറം, RV കുട്ടി ഹസൻ ദാരിമി, മലയമ്മ അബൂബക്കർ ഫൈസി, KC മുഹമ്മദ് വാക്കവി, അബ്ദുറഹ്മാൻ ഫൈസി പാതിരിമണ്ണ, സലീം അടക്കര, അയ്യൂബ് കൂളിമാട്, അംസ ഹാജി മൂന്നിയൂർ, APP കുഞ്ഞാമത് ഹാജി ചന്ദേര തുടങ്ങിയ ആൾക്കാരാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ലീഗിന്റെ മറ്റൊരു വിങ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിലൊരു പ്രശ്നമുണ്ട് കൂട്ടരെ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രതികരിക്കുന്ന, പ്രതിഷേധിക്കുന്ന, തുറന്നു പറയുന്ന ആളുകളെ ഇപ്പൊ എന്തേ മുക്കം ഉമർ ഫൈസി, ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളെന്നും യോജിക്കുന്ന ആളുമല്ല, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരാളുമല്ല. പക്ഷെ നമ്മൾ ഇതിനെ നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ ഒരു വിഷയത്തെ അദ്ദേഹം കണിശമായി പറഞ്ഞു. എന്താ മുമ്പ് പറഞ്ഞ വിഷയം എന്താണ്? വഖഫ് ബോർഡുമായി, നിയമനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ അദ്ദേഹം തുറന്നു പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അദ്ദേഹം ഇതിന്റെ മുമ്പ് പറഞ്ഞൊരു പ്രസ്താവന, മുനമ്പും വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ, VD സതീശൻ അടക്കം പറഞ്ഞ സാഹചര്യത്തിൽ, അങ്ങനെ ഇരിക്കുമ്പോൾ ഉമർ ഫൈസി മുക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, മുനമ്പും വഖഫ് ഭൂമി തന്നെയാണ്. അത് തുറന്നു പറഞ്ഞു. ഇവിടെ ഒരു വിഷയം കാര്യങ്ങൾ, ഇപ്പൊ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ അറിയോ? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പെട്ടുപോയി കിടക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ, ഇപ്പൊ ഞാൻ ഈ വായിച്ച ആളുകൾ തുറന്നു പറഞ്ഞാൽ ഇവർ ഈ കോലത്തിൽ രാഷ്ട്രീയപരമായ അവരുടെ നീക്കങ്ങൾക്ക് തടസ്സമാവുമെങ്കിൽ ഈ ടീം ഇറങ്ങണം. ഇപ്പൊ ഇന്നലത്തെ വീഡിയോ ഉണ്ടല്ലോ, PMA സലാം സാഹിബ് ഉമർ ഫൈസി മുക്കത്തെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിന്റെ അവസാന ഭാഗങ്ങളൊന്ന് കേൾക്കണം, സമസ്തക്കാരെങ്കിലും കേൾക്കണം. ഞാൻ സമസ്തക്കാരോട് പറയുന്നുണ്ട്, ഇതൊക്കെ എന്താ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം തരാം. നോക്കൂ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സമസ്തയുടെ ഉന്നതനായ പണ്ഡിതനായ മുക്കം ഉമർ ഫൈസിയെ അറിയില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞതാന്ന് ചോദിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്, ഇവർക്കൊക്കെ അറിയാം. ഇലക്ഷന്റെ സമയമാകുമ്പോൾ പുറത്ത് രണ്ട് തട്ടൊക്കെ തട്ടി ഈ പേര് പറഞ്ഞ ആൾക്കാരെയൊക്കെ ഒന്ന് പോയി കണ്ടാൽ എല്ലാവരും ഇവിടെ കൂടിങ്ങാണ്ട് മുസ്ലിം ലീഗിന് തന്നെ വോട്ട് ചെയ്യും. അത് കാലങ്ങളായി ഇവിടെ ഉണ്ട്, എന്ത് പറഞ്ഞാലും ഓല് നമുക്കേ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ള ധാരണ ഇവർക്കുണ്ട് എന്ന് ഞാൻ അതിൽ പറയുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ആലോചിച്ച് നോക്കൂ, ഇന്ന് ഇതേ ടീം ഇറങ്ങിയിട്ട് മുക്കം ഉമർ ഫൈസിയെ മുഷാവറയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് അവർ പറയുന്നത്. ഇതേ അവസ്ഥയൊക്കെ തിരിച്ചറിഞ്ഞ ആളാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ. എന്തെല്ലാം ഇവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോലത്തിലാണ് പിന്നെ പെരുമാറുക. സ്വാഭാവികമായിട്ടും എത്ര സത്യം മുന്നിൽ കണ്ടാലും അത് തുറന്നു പറഞ്ഞാൽ വലിയ വിപത്ത്, വലിയ പ്രശ്നങ്ങൾ തൻ്റെ മേലുണ്ടാകും എന്നുള്ള ആ ഒരു ഞെട്ടിച്ചുകാണ്ട് നിർത്തുക എന്ന് പറയില്ലേ, ആ കോലത്തിൽ കടിഞ്ഞാണിട്ട് നിർത്തുന്ന ഒരു കോക്കസ് വിങ്ങാണ് സത്യത്തിൽ ഇപ്പോൾ മുക്കം ഉമർ ഫൈസിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാം. നേരെ മറിച്ച് മുഷാവറയിൽ നിന്ന് പുറത്താക്കേണ്ട തരത്തിൽ എന്താണ് ഈ പറയുന്ന മുക്കം ഉമർ ഫൈസി ചെയ്ത തെറ്റെന്താണ്? മുഷാവറയിൽ നിന്ന് പുറത്താക്കേണ്ട നിലയിൽ. അപ്പൊ നോക്കൂ, വഖഫ് ബോർഡിലും മറ്റുമൊക്കെ രാഷ്ട്രീയപരമായ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഭരണം UDFന് കിട്ടിയ സാഹചര്യത്തിൽ അവരുടെ രാഷ്ട്രീയപരമായ ഇടപെടലുകളെ തുറന്നു പറഞ്ഞു എന്നല്ലാതെ വേറെന്ത് തെറ്റാണ് ചെയ്തത്? ആലോചിച്ച് നിങ്ങൾ. ആ നിലക്ക് പറഞ്ഞാൽ PMA സലാം എന്ന് പറയുന്ന സെക്രട്ടറി അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പോയി. പക്ഷെ ഇവരെടുക്കുന്ന പണി എന്താ? പിന്നെ ബാക്കിയുള്ള പണിയെടുക്കൽ ഈ പറയുന്ന ഈ ടീമാണ്. എങ്ങനെയാണ് അപ്പൊ എന്താ? അപ്പൊ ആ രാഷ്ട്രീയത്തിന് ഇയാളെ ഒതുക്കാൻ, മുക്കം ഉമർ ഫൈസിയെ ഒതുക്കാൻ ഏറ്റവും സുഖമായി. കാരണം കൂട്ടത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? ഒരു കച്ചിത്തുരുമ്പ് കിട്ടി. ഏത്? മരംപെട്ടുകാരൻ്റെ കോടാലിക്ക് മരത്തിന്റെ ഒരു പൊടി എന്ന് പറഞ്ഞ മാതിരി പെട്ടെന്നുണ്ട് സംഗതി. മുഷാവറയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി മാത്രമല്ല എന്തേപ്പോ മുക്കം ഉമർ ഫൈസി ചെയ്തത്? മുനമ്പ് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞതോ? അതല്ലെങ്കിൽ വഖഫ് ബോർഡിൽ ഇതേപോലത്തെ നിയമനങ്ങളൊക്കെ ഗൂഢമായി നടക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞതിൻ്റെ പേരിലോ? ആലോചിച്ച് നോക്കി. ഈ രാഷ്ട്രീയപരമായ ഇടപെടലുകളെ കുറിച്ച്, അതിൻ്റെ അതിപ്രസരത്തെക്കുറിച്ച്, അതിൻ്റെ ആധിപത്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതിൻ്റെ പേരിലോ? നോക്കൂ, അങ്ങനെ തുറന്നു പറയുന്ന പണ്ഡിതന്മാരെയൊക്കെ നിശബ്ദമാക്കുന്ന ചില പ്രവർത്തികളുമായിട്ടാണ് ഇത്തരക്കാർ മുന്നോട്ട് വരുന്നതെങ്കിൽ ആരാണ് കൂട്ടരെ
കൃത്യമായി സത്യം അറിഞ്ഞാലും അത് പുറത്ത് തുറന്ന് പറയാം. അതായത് ഞെട്ടിച്ച് നിർത്തുക. ഏതായാലും ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് അതുപോലെ നേരിടും. അതല്ലാതെ കാര്യമില്ലാത്ത കാര്യത്തിന് മുഷാവറയിൽ നിന്ന് പുറത്ത്, ചിലപ്പോൾ മുഷാവറയിൽ നിന്നൊക്കെ പുറത്താക്കുമായിരിക്കാം. കാരണം ഇവർ വിചാരിച്ചാൽ പലതും നടക്കും. അതൊക്കെ പേടിച്ചിട്ടാണ് പല പണ്ഡിത നേതൃത്വങ്ങളും മൗനമായി നിൽക്കുന്നത്. ഏതായാലും ഇത് വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പം നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. നമ്മളെയൊക്കെ രാഷ്ട്രീയം എന്താണ്, ഏതെങ്കിലും മതസംഘടനയിൽ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പണിയല്ല. അല്ലെങ്കിൽ ഒരു മഹലിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഉണ്ടെങ്കിൽ പരിപാടി ഉണ്ടെങ്കിൽ അതിന് കൂടി അതിനെ നല്ല രീതിയിൽ അത് ഭംഗിയാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളെ ഇതിൽ വരിക. ഇതല്ല. ഇന്നിപ്പോ എന്തോ ഒരു അടിപിടിയൊക്കെ കണ്ടു. പോലീസ് ഷൂ വിട്ട് കയറി തല്ലണമൊക്കെ KT ജലീലൊക്കെ ഉണ്ട്, അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അത് കൂടുതലെടുത്ത് വരികയാണ്. ഏതായാലും ഇതൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത് എല്ലാവർക്കും നന്നായിരിക്കും. ഒരു രാഷ്ട്രീയം കൊണ്ട് സമുദായത്തിന് ഉണ്ടാകുന്ന, പണ്ഡിതന്മാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രയാസത്തെ ഇതൊന്നും ആരും പറയില്ല. അത് പറയണവനെ പച്ചത്തെറിയ വിളിക്കാം. എനിക്ക് അത് പ്രശ്നമില്ല. അങ്ങനത്തെ വിഷയം തന്നെ എനിക്കൊരു ലാഞ്ചന പോലും അതിൻ്റെ പേരിലുണ്ടാവില്ല. കാരണം നമ്മൾ ഭയപ്പെടേണ്ടത് പടച്ചോനെയാണ്. തുറന്നു പറഞ്ഞാൽ, തൻ്റെ ആശയം പറഞ്ഞാൽ ഈ കോലത്തിലൊക്കെ പ്രതികരിക്കാനും ഈ കോലത്തിലൊക്കെ പൂട്ടിടാനും ഒക്കെ ആളുകൾ തുനിഞ്ഞാൽ, അതും ഇങ്ങനെയുള്ള ആളുകളും കൂടി രംഗത്ത് വന്നാൽ, ഇനി സത്യം അറിഞ്ഞാലും ഏത് പണ്ഡിതന്മാരാണ് ഇതൊക്കെ തുറന്ന് പറയാ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയപ്പോൾ നിങ്ങളോട് അങ്ങനെ പറയണം തോന്നി. നിർത്തുന്നു.